ഭാഗ്യവാരോ. തുലാം രാശി ചിത്തിര ഒടുവിൽ 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖം 45 നാഴികയും ചേരുന്ന 2 നക്ഷത്രമടങ്ങുന്ന രാശിയാണ് തുലാം രാശി. തുലാം രാശിപ്പെട്ട വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ, സർവീസിലിരിക്കും ഉദ്യോഗസ്ഥർ, കുടുംബസ്ഥർ, മറ്റ് വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, ഭാഗ്യാന്വേഷികൾ, ബിസിനസ്സുകാർ, തൊഴിലാളികൾ, മുതലാളികൾ, കലാകായിക രംഗത്തുള്ള എല്ലാവർക്കും എൻ്റെ വിശുദിന ആശംസകൾ, എല്ലാവിധ നന്മകളും കണ്ടു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. പ്രയാസമായിരുന്നു ഈ വിഷുഫലം ഗ്രഹനിലകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ശത്രുക്കൾ മിത്രങ്ങളാകുകയും ശത്രുക്കളെ കൊണ്ട് തന്നെ ഗുണം കിട്ടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. വളരെ അപൂർവമാണ് അങ്ങനെ ശത്രുക്കളെ കൊണ്ട് ഗുണം ചെയ്യുക. ശത്രുക്കൾ സ്വപക്ഷത്തേക്ക് നീങ്ങുക, നമ്മളെ തേടിയെത്തി നമ്മളെ കൊണ്ട് കാര്യം നടക്കേണ്ട ശത്രുക്കൾ പാമ്പും പഴകിയതാ നല്ലതെന്ന് പറയുന്ന പോലെ നമ്മളെ തന്നെ തേടി വരുന്ന ഒരു അനുഭവമാണ് കണ്ടുവരുന്നത്. വിദ്യാർത്ഥികളുടെ ആ മൗനവും മന്ദതയും ഒക്കെ ഒന്ന് മാറും. കുറേ കൂടെ പഠന പുരോഗതിയും ഒക്കെ ലഭിക്കും. പഠിക്കണം എന്നുള്ള ഉത്സാഹവും പഠന താല്പര്യവും വരുന്നൊരു വിഷുഫലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ തേടിയെത്തും. കിട്ടുന്ന തൊഴിൽ മേഖലകൾ സ്ഥിരമായി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളുമുണ്ട്. നിരാശകൾ മാറി ഏതെങ്കിലും ഉദ്യോഗ ഉത്തരവുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സർവീസിലിരിക്കുന്ന സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഗവൺമെൻറ്, അർദ്ധ ഗവൺമെൻറ്, മാനേജ്മെൻറ്റ്, വിദേശ ജോലി ഇത്യാദികൾക്കെല്ലാം മുൻകാലങ്ങളിലുണ്ടായിരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറി ഭാഗ്യാനുഭവങ്ങൾ കണ്ടു തുടങ്ങും. ജോലിയിൽ കൃത്യത, സ്പഷ്ടത, വ്യക്തത, ശമ്പള വർധനവ്, സ്ഥിരത, അഭിവൃദ്ധി, ഇതുകൊണ്ട് രക്ഷപ്പെടാം എന്നൊരു ധാരണ, തൊഴിൽ കൊണ്ടുള്ള അഭിവൃദ്ധികൾ ഇത്യാദികളും, ഭരണരംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് പുതിയ പുതിയ ബന്ധങ്ങൾ, രാഷ്ട്രീയ ചായ്വുകൾ വന്നു ചേരുകയും ശത്രുതയിൽ നിന്നവർ മിത്രങ്ങളായി കൈകോർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അപ്രതീക്ഷിതമായ ചില ആശ്ചര്യപരമായ കാര്യങ്ങളൊക്കെ വന്നു ചേരും. വലിയ വലിയ ശത്രുക്കൾ പോലും മിത്രങ്ങളായിത്തീരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തിരിയുകയാണ്. ഈ നക്ഷത്രക്കാർക്ക് മുൻകാലങ്ങളുണ്ടായിരുന്ന പേരുദോഷങ്ങളും ഒക്കെ മാറും. സർവീസിൽ നല്ലൊരു അന്തരീക്ഷം തൊഴിൽ മേഖലയിൽ ഉണ്ടാവും. പ്രമോഷന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം, ലഭിക്കും. അതിനുവേണ്ട കാര്യങ്ങൾ, ടെസ്റ്റ്, ഇൻ്റർവ്യൂ മുതലായതൊക്കെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അവിവാഹിതർക്ക് നല്ല ബന്ധങ്ങൾ വന്നു ചേരുകയും അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാതെ ഇരുന്ന ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് അതിനുള്ള വിശേഷം സ്ത്രീകൾക്ക് ഉണ്ടാവാനുള്ള ഭാഗ്യങ്ങളും ഒക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ വിഷുഫലത്താൽ. കൂടുതലായും ജാതക നിലയിൽ മറ്റെന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം പരിഹരിക്കണം. ഈ വിഷുഫലം എന്ന് പറയുന്നത് കോമണായിട്ടുള്ള ഒരു ഫലമാണ്. ഇതിനനുസരിച്ച് ബാക്കി കഠിനാധ്വാനവും ജാതക ബലവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഈ ഫലങ്ങൾ ലഭ്യമാകുകയുള്ളൂ. രോഗികൾക്ക് വളരെ ആശ്വാസം വരുന്ന ട്രീറ്റ്മെൻറ്റുകളും ചികിത്സകരും രംഗത്തെത്തും. കടബാധ്യതകൾ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. പുതിയ പുതിയ സ്ഥലങ്ങൾ, വസ്തു, വീട്, വാഹനം മുതലായവയൊക്കെ പണി കഴിപ്പിക്കാനോ വാങ്ങാനോ അധീനത വരാനോ പാർട്ടീഷനോ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ തെളിയുന്നുണ്ട്. സ്ഥാപനമോ വാഹനമോ അല്ലെങ്കിൽ പുതുക്കി എടുക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. പുതിയ ലോൺ ഇത്യാദികളും പുതിയ പുതിയ സഖ്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ രോഹിണി മകയിരം നക്ഷത്രം വരുന്ന ദിവസങ്ങൾ ട്രാൻസാക്ഷൻ, മണി ട്രാൻസാക്ഷൻ, അതുപോലെ എഗ്രിമെൻറ്റുകൾ, അതുപോലെ മറ്റേതെങ്കിലും സാഹസിക യാത്രകൾ, അന്യഭവന കൺസൾട്ടേഷൻ എന്നിവയൊക്കെ കഴിവ് ഒഴിവാക്കുകയും ആയില്യം മകം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ പുതിയ പുതിയ വ്യക്തികളുമായിട്ട് പരിചയപ്പെടുന്നവരിൽ നിന്ന് വീണ്ടും വീണ്ടും നല്ല നല്ല അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള ഭാഗ്യം, സാമ്പത്തിക പുഷ്ടി, അതുപോലെ തന്നെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും, ആരോഗ്യപരമായി അല്പം മെച്ചപ്പെടുക, സുഖഭക്ഷണം, മനസമാധാനമായി ഉറങ്ങാനുള്ള യോഗങ്ങൾ, അതുപോലെ ഉന്നത വ്യക്തി ആയിട്ടുള്ള ബന്ധങ്ങൾ, ശൃംഗാരാദികളുമായിട്ട് ബന്ധപ്പെടുന്ന അവിവാഹിതർക്ക് അതിനുള്ള യോഗങ്ങൾ, വിവാഹിതർക്ക് സംതൃപ്തമായ ദാമ്പത്യഭാഗ്യങ്ങൾ
ഇത്യാദികളും. മാളവ്യം എന്ന യോഗം ജാതക നിലയിൽ ഉള്ളവർക്ക് ഈ കാലം കലാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ബിസിനസ് പരമായിട്ടും നിൽക്കുന്നവർക്ക് പെട്ടെന്ന് അഭിവൃദ്ധിയിലേക്ക് കിടക്കാനുള്ള സുവർണാവസരങ്ങൾ മാറിക്കിട്ടുകയും വൻ മരങ്ങൾ കടപുഴകി വീണിട്ട് അതിനോടൊപ്പം നിന്നിരുന്ന മരങ്ങൾക്ക് വളരാനുള്ള സൂര്യപ്രകാശം ലഭിക്കുകയും എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിപ്പെടാനുള്ള ഒരു വളക്കുക വന്നു ചേരുന്ന ഒരു വിഷഫലമാണ് ചിത്തിര ഒടുവിൽ 30 നാഴിക, ചോതി വിശാഖം ആദ്യത്തെ 45 നാഴിക ചേരുന്ന തുലാം രാശിക്കാർക്ക്. നീതിന്യായ കോടതി ഇതിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും കേസ് വഴക്കുകൾ കച്ചേരി കോടതി നിൽക്കുന്നവർക്കും അനുകൂല ജഡ്ജ്മെൻറ്റിനുള്ള ഇതും വാദവിസ്താരങ്ങൾ വക്കീലന്മാർ സമർത്ഥമായി ചെയ്യുകയും അവരുടെ പോയിൻ്റുകൾ അംഗീകരിക്കുകയും സന്ദർഭോചിതപരമായി പ്രത്യുൽപ്പന്നപരമായി ചില സംഭവ വികാസങ്ങൾ അനുകൂലമായി പ്രതിയായാലും വാദിയായാലും വന്നു ചേരുന്ന സമയവും പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടം വരുന്നു. മാളവ്യ യോഗം ഉള്ളതുകൊണ്ട് ഉള്ള ജാതകസ്ഥർക്ക് കൂടുതൽ ഭാഗ്യവും സാധാരണ യോഗനിലകൾ ഒക്കെ ഉള്ളവർക്ക് സുനഭ, അനഭ, ദുരിതര ഇപ്രകാരമുള്ള യോഗനിലകളുള്ളവർക്ക് സാമാന്യേന ഉള്ള ഭാഗ്യങ്ങളും ഒരു യോഗനിലകളും കാര്യമായിട്ടില്ലാത്തവർക്ക് കുറച്ചുകൂടെ ജീവിതാഭിവൃദ്ധിയും ഈ വിഷയഫലം തരുന്നതാണ്. കൂടുതലും ദേവീ ഭജനങ്ങൾ ചെയ്യുക. ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ഭഗവതി ക്ഷേത്രത്തിൽ ചെമ്പരത്തിമാല, ചെത്തിമാല, നടകുരുതി മുതലായ വഴിപാടുകളൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. കാഠിന്യങ്ങൾ, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. കൂടുതലായിട്ടുള്ള നല്ല ഫലങ്ങൾക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തനങ്ങളും നന്മകളും ഒക്കെ ചെയ്യാം. പൊതുവെ ചിത്തിര ഒടുവിൽ 30 നാഴിക, ചോതി വിശാഖം 3/4 ഭാഗം അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് നല്ല വിഷു ഫല അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് സൂചന. എല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഭാഗ്യവാരോ